ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേഷനിലെ ബാലൻസ് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് ടോപ്പിക്ക് നോക്കിയായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്, അതിലെ ടൈപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലെ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്ത. പിന്നെ കൂടാതെ IEC, BCC അതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷനിലെ ബാലൻസ് ടോപ്പിക്ക് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്ലാസ്? ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ഇന്റർവ്യൂ എന്ന് നോക്കാം. ആൻ ഇന്റർവ്യൂ ഈസ് എ സ്ട്രക്ചേർഡ് കോൺവെർസേഷൻ വെയർ വൺ പാർട്ടിസിപ്പന്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ അതർ പ്രൊവൈഡ് ആൻസർ. അതായത് ഇന്റർവ്യൂ എന്ന പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൻസർ മറ്റൊരു വ്യക്തി നൽകുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ സിമ്പിളായി മീൻ ചെയ്യുന്നത് എന്താണ്? ഒരാൾ ചോദ്യം ചോദിക്കുകയും മറ്റൊരു വ്യക്തി എന്താണ് അതിനനുസൃതമായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇൻ കോമൺ പാരലൻസ്, the word interview refers to a one-on-one between an interviewer and interviewee. അതായത് നമുക്ക് ഇപ്പം ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ നമുക്ക് ഇന്റർവ്യൂവർ എന്ന് പറയാം. അതുപോലെ അതിന് മറുപടി പറയുന്ന വ്യക്തിയെ നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയാം. അപ്പൊ നമ്മൾ സാധാരണ ഭാഷയിൽ ഇന്റർവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഭിമുഖം നടത്തുന്ന ആളും അതുപോലെ തന്നെ എന്താണ് അതിന് മറുപടി പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു സംഭാഷണം, അതായത് കോൺവെർസേഷൻ ആണ്. ഇത് ഇന്റർവ്യൂ ആസ്ക് ക്വസ്റ്റ്യൻ ടു വിച്ച് ദ ഇന്റർവ്യൂ റെസ്പോണ്ട്, യൂഷ്വലി പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് ഇന്റർവ്യൂവർ എന്നും അതുപോലെ തന്നെ മറുപടി നൽകുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ഇന്റർവ്യൂ എന്നും. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്, അല്ലെ എന്തിനു വേണ്ടിയാണ് ഇന്റർവ്യൂ നടത്തുന്നത്? അതായത് ഒരു കാൻഡിഡേറ്റിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്താണ് ക്യാരക്ടറും ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. പലതരത്തിലുള്ള ഇന്റർവ്യൂ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ജോബ് ഇന്റർവ്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജോബ് ഇന്റർവ്യൂ. അതായത് പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെന്റ് ഫീൽഡിലായാലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ജോബ് ഇന്റർവ്യൂ നടത്താറുണ്ട്. എ കാൻഡിഡേറ്റ് മീറ്റ് വിത്ത് ആൻ എംപ്ലോയർ ടു ഡിസ്കസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഫിറ്റ് ഫോർ എ റോൾ. അതായത് നമ്മൾ ആ പൊസിഷൻ, ആ ജോബിന്റെ പൊസിഷൻ നമ്മൾ ക്വാളിഫൈ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജോബ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ ജോബ് ഇന്റർവ്യൂവിൽ എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തി നമ്മളുടെ ക്വാളിഫൈ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ അതിന് ആൻസർ പറയും. അടുത്തത് മീഡിയ ഇന്റർവ്യൂ. എ സെലിബ്രിറ്റി ഓർ എക്സ്പെർട്ട് സ്പീക്ക് വിത്ത് ജേർണലിസ്റ്റ് അബൌട്ട് ദിയർ വർക്ക് ഓർ വ്യൂസ്. ഇപ്പൊ മീഡിയ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റിയെ കൊണ്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ്. അതായത് പല ഫീൽഡിലും ഇപ്പൊ എന്താണ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. ഇപ്പൊ അവരെ ലൈഫിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് മീഡിയ ഇന്റർവ്യൂ നടത്താറ്. അടുത്ത റിസർച്ച് ഇന്റർവ്യൂ. റിസർച്ച് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എ റിസർച്ചർ ഗ്യാതേഴ്സ് ഡേറ്റ ത്രൂ കോൺവെർസേഷൻ വിത്ത് പാർട്ടിസിപ്പൻസ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഇന്റർവ്യൂ നടത്താറുണ്ട്. ഇത് മാത്രമല്ല, വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. കരിയർ ഇന്റർവ്യൂ, അങ്ങനെ പലതരത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ട്. അടുത്ത നമ്മളെ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളെ ഫീൽഡിൽ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്നാണ്. In health communication, interviews are used to collect detailed information about clients' health and it makes health worker to provide better source. അതായത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഫീൽഡിൽ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫീൽഡിൽ പോവാറുണ്ട്. ഫീൽഡിൽ പോകുമ്പോൾ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകാറുണ്ട്, അതായത് സംസാരിക്കാറുണ്ട്. അപ്പൊ അവരുമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിന് അവർ കറക്റ്റ് ആയിട്ട് എന്ത് നൽകും? മറുപടി നൽകും. അപ്പൊ അതെന്താണ്? ഒരു ഇന്റർവ്യൂ ആണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഫീൽഡിൽ പോകുമ്പം ഒരു പ്രഗ്നന്റ് ആയ ലേഡിയെ കണ്ടു. അപ്പൊ പ്രഗ്നന്റ് ആയ ലേഡിയെ കണ്ടപ്പോൾ നമ്മൾ എന്തൊക്കെ ചോദിക്കും? വാക്സിനേഷൻ കറക്റ്റ് ആയിട്ട് എടുത്തോ, BP അതുപോലെ തന്നെ ഷുഗർ ഒക്കെ നോർമൽ ആണോ, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തോ. അപ്പൊ ഇതും എന്താണ്? ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അവിടെ എന്താണ്, നമ്മളാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അവരെന്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകുന്നു. There are open-ended questions and closed-ended questions. അപ്പൊ ഇന്റർവ്യൂവിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ്-എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. Open-ended questions are a question that encourage a detailed response, cannot be answered with a simple yes or no. അതായത് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഒരു വാക്കിൽ നമുക്ക് അതിന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ മറുപടി ഒരു വാക്കിൽ നമുക്ക് ഒതുക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ആൻസർ ഒതുക്കാൻ കഴിയത്തില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ ഹെൽത്ത് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാൻ യു ടെൽ മീ മോർ എബൌട്ട് യുവർ സിംറ്റംസ്? ഇപ്പൊ നമുക്ക് ഒരു അസുഖമുള്ള വ്യക്തിയെ കണ്ടുമുട്ടി, അപ്പൊ ആ വ്യക്തിയോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉള്ളത്. അപ്പൊ ഒരു വാക്കിലാണോ അത് പറയുന്നത്? അല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം ഇപ്പൊ എങ്ങനെയാണ്, അതെന്താണ്, അതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. അത്തരത്തിൽ നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇനി എന്താണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. Questions that can be answered with a specific piece of information or a simple yes or no. അപ്പൊ നേരത്തെ പറഞ്ഞതിന് എന്തായാലും ഓപ്പോസിറ്റ് ആണ് എന്ത്? ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ആൻസർ മതി, അതായത് ഒരു വാക്ക് മതി, അതായത് യെസ് ഓർ നോ. അത്തരത്തിൽ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഡു യു ഹാവ് എ ഫീവർ? നിങ്ങൾക്ക് പനിയുണ്ടോ? അപ്പൊ നമ്മൾ പറയും ആ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ അതെന്താണ്? ഒരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആർ യു ടേക്കിംഗ് യുവർ മെഡിക്കേഷൻ? നമ്മളെ മെഡിക്കേഷൻസ്, അതായത് നമ്മൾ മരുന്നുകളെല്ലാം കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടോ? യെസ്. അപ്പൊ അതെന്താണ്? ഒരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്വസ്റ്റ്യൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ആൻസർ വേണം. അതിന് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ആൻസർ മതി, യെസ് അല്ലെങ്കിൽ നോ. അതിന് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. അടുത്ത ഇന്റർവ്യൂ ടെക്നിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഇന്റർവ്യൂ, ഒരാളുമായിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ക്ലിയർ ആൻഡ് കൺസൈസ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായാലും നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, പോസ്റ്റർ, എന്തായാലും അതെന്താണ്? നല്ല ഗുഡ് ആയിരിക്കണം, നല്ലതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് എന്ത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അടുത്ത കോൺഫിഡൻസ്. ഷോ കേസിംഗ് സെൽഫ് അഷുറൻസ് ആൻഡ് പോസിറ്റിവിറ്റി. നമ്മൾ ഇപ്പം നല്ല ആത്മവിശ്വാസത്തോടെ വേണം ഇരിക്കാൻ. ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ബോഡി ലാംഗ്വേജ്. നമ്മൾ ബോഡി ലാംഗ്വേജ്, അതായത് ഐ കോണ്ടാക്ട് ആയാലും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും പോസ്റ്റർ ആയാലും എല്ലാം നല്ല കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ളതായിരിക്കണം. അല്ലാതെ പേടിച്ച് നെർവസ് ആയി ഇരിക്കാൻ പാടില്ല. അടുത്ത ആക്റ്റീവ് ലിസണിങ്. പേയിങ് അറ്റൻഷൻ ആൻഡ് റെസ്പോണ്ടിങ് തോട്ട്ഫുള്ളി. നമ്മൾ ഒരാൾ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോണ്ടിരിക്കാൻ. മറ്റേ പ്രോബ്ലം സോൾവിങ്. തിങ്കിങ് ക്രിട്ടിക്കലി ആൻഡ് സോൾവ് പ്രോബ്ലംസ്. അതായത് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ച് പ്രശ്നങ്ങൾക്കെല്ലാം എന്ത് പരിഹാരം കണ്ടെത്തണം. അഡാപ്റ്റബിലിറ്റി. ബി ഫ്ലെക്സിബിൾ ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല എപ്പോഴും ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്ത രീതിയിൽ എന്ത് ആൻസർ പറയണം. ടൈം മാനേജ്മെന്റ്. ആൻസറിങ് ക്വസ്റ്റ്യൻസ് കൺസൈസ്ലി ആൻഡ് വിത്തിൻ ടൈം ലിമിറ്റ്. ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ലോങ് ഡ്യൂറേഷൻ ഉള്ള പ്രോസസ് ആയിരിക്കത്തില്ല, 10-15 മിനിറ്റ് ആയിരിക്കും. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് നല്ല രീതിയിൽ ആൻസർ എല്ലാം കൊടുക്കാൻ കഴിയണം. ഇപ്പൊ ഇന്റർവ്യൂ ടെക്നിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ബേസിക് ആയിട്ട് വേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫിഡൻസ്, ബോഡി ലാംഗ്വേജ്, ലിസണിങ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, പിന്നെ ടൈം മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇന്റർവ്യൂവിൽ വേണ്ടത്. ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് കൗൺസിലിംഗ് ആണ്. അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കൗൺസിലിംഗ് നൽകുക എന്നത്. അപ്പൊ കൗൺസിലിംഗ് എന്താണ് നമുക്ക് ഒരു പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ എന്താണ് കൗൺസിലിംഗ് എന്ന് നോക്കാം. കൗൺസിലിംഗ് ഈസ് എ പ്രോസസ് വേർ എ ട്രെയിൻഡ് പ്രൊഫഷണൽ ഹെൽപ്സ് ക്ലയൻസ് ഓവർകം പേഴ്സണൽ, സോഷ്യൽ ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ത്രൂ ഗൈഡഡ് കോൺവെർസേഷൻസ്. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് മാനസികപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സാമൂഹ്യപരമായിട്ടായിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമുക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര ആലോചിച്ചിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രെയിൻഡ് ആയിട്ട് ഒരു പരിശീലനം ലഭിച്ച വ്യക്തിയെ കൊണ്ട് ഒരു കൗൺസിലിംഗ് നേടും. ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും മാനസിക വൈകല്യം ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റോ ഒന്നും അല്ല കൗൺസിലിംഗ്. അതായത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഒരു ഹെൽപ്പ് നേടും, സഹായം നേടും. ആ ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. Counseling can help by allowing a very safe and private space for you to talk about issues and problems that are you having. അതായത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് എന്താണ്, ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ഒരു വ്യക്തിയോട് പറഞ്ഞാൽ മതിയായിരിക്കും. അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നത്തിന് ഒരു പരിധി വരെ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം കൗൺസിലിംഗ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാനോ ഒന്നും പാടില്ല. പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്.
പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്, നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികൾക്ക് നൽകുന്ന കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി കുടുംബപരമായിട്ട് നൽകുന്ന കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ കരിയർ കൗൺസിലിംഗ് നമുക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം അതിനെ ബേസ് ചെയ്തുള്ള കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് പ്രോസസ് ആണ്. അടുത്ത ഒരു കൗൺസിലിംഗിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയെന്നാണ്. ഫസ്റ്റ് ഒന്നാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു ക്ലയന്റ് വരികയാണ്. അപ്പൊ ക്ലയന്റ് വരുമ്പോൾ ക്ലയന്റ് തന്റെ പ്രശ്നങ്ങൾ എല്ലാം എന്താണ് പെട്ടെന്ന് പറയാൻ കഴിയണം, അല്ലെങ്കിൽ നമ്മളോട് വിശ്വസിച്ച് പറയാൻ കഴിയണം. അപ്പൊ നമ്മൾ എന്താണ് ക്ലയന്റും ആ കൗൺസിലറും തമ്മിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്തെടുക്കണം, അതായത് ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വേറെ ട്രസ്റ്റിംഗ് കണക്ഷൻ ഈസ് ഫോംഡ്. ഫസ്റ്റ് ഒന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ഇരിക്കണം, എന്നാൽ മാത്രമേ ഓപ്പൺ ആയിട്ട് നമുക്ക് എല്ലാ ഇഷ്യൂസും പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്താണ് അസസ്മെന്റ്, വേർ ദി ക്ലയന്റ് സിറ്റുവേഷൻ ഈസ് എക്സ്പ്ലോർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. അതായത് നമ്മൾ ഒരു കൗൺസിലർ എന്താണ് ചെയ്യാനുള്ളത്, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയന്റിനെ നമ്മൾ നല്ലതുപോലെ അസസ് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം, പിന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് അവരെല്ലാം നല്ലപോലെ ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അടുത്ത ഗോൾ സെറ്റിംഗ്, വേർ സ്പെസിഫിക് ഔട്ട്കംസ് ആർ ഡിഫൈൻ. നമുക്ക് എന്താണ് ആ ക്ലയൻസിന് നമുക്ക് എന്താണ് നൽകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കണം. അടുത്ത ഇന്റർവെൻഷൻ, വേർ ദ കൗൺസിലർ ഹെൽപ്സ് ദ ക്ലയന്റ് വർക്ക് ടുവേഴ്സ് ദിയർ ഗോൾ. അതായത് ഇപ്പൊ ക്ലയൻസിന് സ്വന്തമായിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കണം. അടുത്ത അഞ്ചാമത്തേന് ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷൻ, where progress is reviewed and the relationship is concluded, sometimes with a referral if needed. അതായത് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തു, അപ്പൊ ആ വ്യക്തിക്ക് പ്രോഗ്രസ് ഉണ്ടായി, പഴയ നല്ല രീതിയിൽ എത്തി എന്ന് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു റിലേഷൻഷിപ്പ് നമ്മളും അവനായിട്ട് റിലേഷൻഷിപ്പ് തുടരാൻ പാടില്ല, എന്തെങ്കിലും ഇപ്പൊ റെഫറൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ കൗൺസിലിംഗിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, രണ്ടാമത്തെ അസസ്മെന്റ്, മൂന്നാമത്തെ ഗോൾ സെറ്റിംഗ്, നാലാമത്തെ ഇന്റർവെൻഷൻ, അഞ്ചാമത്തെ ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷൻ. അടുത്ത ജെന്യുവൻസ്, ബീങ് ഒതന്റിക് ആൻഡ് റിയൽ വിത്ത് ദി ക്ലയന്റ്. നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലയന്റുമായിട്ട് റിയൽ ആയിരിക്കണം, ഒരു ഫേക്ക് ക്യാരക്ടറിൽ നിൽക്കാൻ പാടില്ല. പിന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, ഷോയിങ് റെസ്പെക്ട് ആൻഡ് അക്സെപ്റ്റൻസ് ഫോർ ദി ക്ലയന്റ് റിഗാർഡ്ലെസ് ഓഫ് ദിയർ ബാക്ക്ഗ്രൗണ്ട് ഓർ ആക്ഷൻ. ഇപ്പൊ നമ്മൾ മുന്നിൽ ഒരു വ്യക്തി വന്നിരിക്കുകയാണ്, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇപ്പൊ കൗൺസിലറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് ക്ലയന്റ് മനസ്സിലാവണം. അടുത്ത ട്രസ്റ്റ് വർത്തിനെസ്, അതായത് കൗൺസിലറായിട്ട് ക്ലയന്റിന് ഒരു വിശ്വാസം വേണം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, മെയിൻറ്റെയിനിങ് ദ പ്രൈവസി ഓഫ് വാട്ട് ദ ക്ലയന്റ് ഷെയർ. ഇപ്പൊ ക്ലയന്റ് ഇപ്പൊ തനിക്കുള്ള പല പ്രശ്നങ്ങളും ആയിരിക്കും ഈ കൗൺസിലറോട് ഷെയർ ചെയ്യണത്, അത് വേറൊരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പാടില്ല. അടുത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ബീങ് അവെയർ ഓഫ് ആൻഡ് യൂസിങ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ എഫക്റ്റീവ്ലി. അതായത് നമ്മൾ കാണിക്കുന്ന ഐ കോണ്ടാക്ട് ആയാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയാലും ക്ലയന്റിന് വ്യക്തമായുള്ളത് എന്താണ്, അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നാണ്. ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്ട് അവരെ സൃഷ്ടിക്കാൻ പാടില്ല. അപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞത് കൗൺസിലിംഗ് പ്രോസസ് എന്താണ്, കൗൺസിലിംഗ് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നാണ്. ഇനി അടുത്തതാണ് ഒരു കൗൺസിലിംഗ് ഒരു ടെക്നിക്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഗ്യാദർ ടെക്നിക് ഇൻ കൗൺസിലിംഗ് എന്നാണ്. അപ്പൊ ഗ്യാദർ മീൻസ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജി മീൻസ് ഗ്രീറ്റ്, എ ആസ്ക്, ടി ടെല്ല്, എച്ച് ഹെൽപ്പ്, ഇ എക്സ്പ്ലെയിൻ, ആർ റിട്ടേൺ. ഫസ്റ്റ് ആണ് ഗ്രീറ്റ്, റെസ്പെക്ട്ഫുള്ളി ഗ്രീറ്റ് ദ ക്ലയന്റ് ടു ദി ബിൽഡ് എ ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു ക്ലയന്റ് വരുമ്പോ എന്താണ് ക്ലയന്റ് സ്വാഗതം ചെയ്യണം, നമ്മൾ സ്വാഗതം ചെയ്യുക, അതാണ് ഗ്രീറ്റ്. അത് എ ആസ്ക്, ഇപ്പൊ നമ്മുടെ ക്ലയന്റ് വന്നതിന് ശേഷം എന്താണ് നമ്മൾ റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്തതിന് ശേഷം അവർക്ക് എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് എന്താണ് വിഷമം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക. മൂന്നാമത്തേന് ടെല്ല്, ടി മീൻസ് എന്താണ് ടെല്ല്, പ്രൊവൈഡ് ദം വിത്ത് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് അവൈലബിൾ ഓപ്ഷൻസ് ഇൻക്ലൂഡിംഗ് അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് അവർക്ക് എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്നത് അത് സാധിച്ചു കൊടുക്കുക. അടുത്ത മൂന്നാമത്തേന് ഹെൽപ്പ്, അസിസ്റ്റ് ദം ഇൻ മേക്കിംഗ് എ ചോയ്സ് ദാറ്റ് അലൈൻസ് വിത്ത് ദയർ പേഴ്സണൽ നീഡ്സ് ആൻഡ് സർക്കംസ്റ്റൻസ് വിത്തൗട്ട് പ്രഷർ. നമ്മൾ അവരൊരു പ്രഷർ, അതായത് ഒരു സമ്മർദ്ദവും ചെലുത്താതെ അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സഹായിക്കണം. അടുത്ത ഈ എക്സ്പ്ലെയിൻ ആണ്, ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ടു ചൂസ് മെത്തേഡ് കറക്റ്റ്ലി ആൻഡ് പ്രൊവൈഡ് ഇൻ നെസസറി ഇൻസ്ട്രക്ഷൻ ഓർ മെറ്റീരിയൽ. ഇപ്പൊ എന്തെങ്കിലും മെത്തേഡ് അവരെ കൊണ്ട് ഇപ്പൊ നല്ലതുപോലെ യൂസ് ചെയ്യണമെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ വിശദീകരിച്ച് കൊടുക്കണം.
അതാണ് എക്സ്പ്ലെയിൻ. അടുത്ത റിട്ടേൺ, ആർ ഫോർ റിട്ടേൺ. ഷെഡ്യൂൾ എ റിട്ടേൺ വിസിറ്റ് ഫോർ ഫോളോ ഓർ റെഫർ ദം ടു അനദർ സർവീസ് ഇഫ് നീഡഡ്. അതായത് തിരിച്ചവർ പോകുമ്പോൾ നമുക്ക് ഇനി വരാനുള്ള ദിവസത്തെ കുറിച്ച് പറയണം, എന്തെങ്കിലും ഫോളോ അപ്പ് വേണം, അല്ലെങ്കിൽ റെഫറൽ സർവീസ് വേണമെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം. അപ്പൊ കൗൺസിലിംഗ് ഉപയോഗിക്കുന്ന ഗാദർ ടെക്നിക്കാണ്, പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഗാദർ ടെക്നിക്ക്. അപ്പൊ ജി മീൻസ് എന്താണ്? ഗ്രീറ്റ്, എ ആസ്ക്, ടി ടെല്ല്, എച്ച് ഹെൽപ്പ്, ഇ എക്സ്പ്ലെയിൻ, ആ റിട്ടേൺ. ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും 4 മാർക്കിന്. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി കൗൺസിലിംഗിന് ഉപയോഗിക്കുന്ന അപ്രോച്ചസ് ആണ്. നമുക്ക് 2 അപ്രോച്ചസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേണ് ക്ലയന്റ് സെന്റേഡ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് അല്ലെങ്കിൽ നോൺ അതോറിറ്റേറിയൻ കൗൺസിലിംഗ് എന്ന് പറയാം. ക്ലയന്റ് സെന്റേഡ് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ്? ക്ലയന്റിന്റെ ബേസിലാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നത്. ഇൻ ക്ലയന്റ് സെന്റേഡ് കൗൺസിലിംഗ് ദ തെറാപ്പിസ്റ്റ് ക്രിയേറ്റ് എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് എൻകറേജിംഗ് ക്ലയൻസ് ടു എക്സ്പ്ലോർ ദെയർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ഫൈൻഡ് ദെയർ ഓവൺ സൊല്യൂഷൻ. അതായത് ക്ലയന്റിന് എന്താണ്? കൗൺസിലർ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് തന്റെ പ്രശ്നങ്ങൾക്ക് സ്വന്തമായിട്ട് പരിഹാരം കണ്ടെത്താൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് ആണ്. അതായത് എന്താണ്? ഇപ്പം കൗൺസിലർ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്നു. ആ ഒരു അപ്രോച്ച് ആണ് ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് അല്ലെങ്കിൽ നോൺ അതോറിറ്റേറിയൻ കൗൺസിലിംഗ് എന്ന് പറയും. ഇറ്റ് ഇസ് എ നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് ഫോക്കസിംഗ് ഓൺ ദ ക്ലയൻസ് ഓട്ടോണമി ആൻഡ് സെൽഫ് ഡയറക്റ്റഡ് ഗ്രോത്ത്. അവരെ സ്വന്തമായിട്ട് സെൽഫിന്റെ ഒരു വളർച്ചയ്ക്ക് ഇതെന്ത് കാരണമാകുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ അപ്രോച്ച് ഏത് നോക്കാം. അടുത്താണ് കൗൺസിലർ സെന്റേഡ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ കൗൺസിലിംഗ് എന്ന് പറയും. അതെന്താന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ആരാണ് എല്ലാം ചെയ്യുന്നത്? കൗൺസിലർ ആയിരിക്കും. ഇൻ കൗൺസിലർ സെന്റേഡ് കൗൺസിലിംഗ് ദ തെറാപ്പിസ്റ്റ് ടേക്സ് എ മോർ ഡയറക്റ്റീവ് റോൾ ഓപ്പൺ പ്രൊവൈഡിംഗ് ഗൈഡൻസ് അഡ്വൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇപ്പൊ ക്ലയന്റ്സിന്റെ ഇഷ്യൂസിന് കൗൺസിലർ അഡ്വൈസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലർ പറയുന്ന പോലെ ആണ് അത് ക്ലയന്റ് ചെയ്യുന്നത്. അതായത് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മേജർ റോൾ വഹിക്കുന്ന ആരാണ്? കൗൺസിലർ ആണ്. നേരത്തെ പറഞ്ഞതിൽ മേജർ റോൾ വഹിക്കുന്ന ആരാണ്? ക്ലയന്റ് ആണ്. ദ ഫോക്കസ് ഈസ് ഓൺ കൗൺസിലർ എക്സ്പെർട്ടൈസ് ആൻഡ് ദേ മേ ഓഫർ സൊല്യൂഷൻ ഓർ സജഷൻ ടു ദി ക്ലയന്റ്. അതായത് ക്ലയന്റിന് കൗൺസിലർ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൗൺസിലിംഗ് 2 അപ്രോച്ചസ് ആണ് പറഞ്ഞത്. ഒന്ന് ക്ലയന്റ് സെന്റേഡും അടുത്തത് കൗൺസിലർ സെന്റേഡ്. ക്ലയന്റ് സെന്റേഡിൽ എന്താണ്? ക്ലയന്റ് ആണ് സൊല്യൂഷൻ എടുക്കുന്നത് അവരുടെ ഇഷ്യൂസിന്. കൗൺസിലർ സെന്റേഡിൽ എന്താണ്? കൗൺസിലർ ആണ് ഈ സൊല്യൂഷൻസ് എല്ലാം പ്രോബ്ലത്തിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നത്. അടുത്ത ഡൂസ് ഇൻ കൗൺസിലിംഗ് ആണ്. നമുക്ക് കൗൺസിലിംഗ് എന്തൊക്കെ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലിസൺ ആക്റ്റീവ്ലി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് എന്ത് വേണം? കേൾക്കാൻ. രണ്ടാമത്തെ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. അതായത് ഒരു വ്യക്തി, ഒരു ക്ലയന്റ് നമ്മൾ വന്നിരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വേറൊരാളോട് ഷെയർ ചെയ്യാനൊന്നും പാടില്ല. മൂന്നാമത്തെ ഷോ എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് തോന്നണം. പിന്നെ എപ്പോഴും ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. പിന്നെ എൻകറേജിങ് സെൽഫ് എക്സ്പ്ലോറേഷൻ. അവരുടെ സെൽഫ് ഗ്രോത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവർക്ക് എന്താണ് സ്വന്തമായിട്ട് ഒരു വളർച്ച ഉണ്ടാവും. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ബൗണ്ടറീസ്. അതായത് നമുക്ക് എന്ത് കാര്യം ചോദിക്കുമ്പോഴും അവർ പറയുമ്പോഴും എന്താണ് നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ട്, അത് എപ്പോഴും കീപ്പ് ചെയ്യണം. പിന്നെ ബി പേഷ്യന്റ്. നമ്മൾ എന്താണ് ക്ഷമയോടെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കണം. ലാസ്റ്റത്തേന് പ്രൊവൈഡ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ്. ഇപ്പൊ നമുക്ക് ഒരാൾ കൗൺസിലിംഗ് വന്നു, അപ്പൊ അവർക്ക് എന്താണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്ന സ്ഥലമായാലും നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഇതാണ് കൗൺസിലിംഗിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്ത പറയാൻ പോകുന്നത് കൗൺസിലിംഗ് നമ്മൾ ചെയ്യാത്ത എന്തൊക്കെയാണെന്നാണ്. ഡോൺസ് ഇൻ കൗൺസിലിംഗ്. ഡോണ്ട് ഗീവ് അഡ്വൈസ് ഓർ സൊല്യൂഷൻ. അതായത് ഇപ്പൊ നമുക്ക് ക്ലയന്റ് എന്താണ് നമ്മൾ ആദ്യം തന്നെ എന്താണ് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നമ്മളെ ഒരു ഒപ്പീനിയൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. യുവർ റോൾ ഈസ് ടു ഹെൽപ് ദ ക്ലയന്റ് ഫൈൻഡ് ദെയർ ഓൺ സൊല്യൂഷൻ, നോട്ട് ബി ദ ഡിസിഷൻ മേക്കർ. അതായത് അവരുടെ പ്രശ്നത്തിന് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാത്രം ചെയ്തു കൊടുക്കുക, അല്ലാതെ നമ്മൾ ഡിസിഷൻസ് അവർ എന്താണ് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തേന് ഡോണ്ട് ബി ജഡ്ജ്മെന്റൽ. അവോയ്ഡ് പാസിംഗ് ജഡ്ജ്മെന്റ് വിച്ച് ക്യാൻ മേക്ക് ദി ക്ലയന്റ് ഫീൽ ഡിഫെൻസീവ് ഓർ ഷട്ട് ഡൗൺ. അതായത് നമ്മളിപ്പോ ഒരു മുൻവിധി പ്രകാരം ഒന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മളെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയന്റിനെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പാടില്ല. ഡോണ്ട് ഇന്ററപ്റ്റ്. അലോ ദി ക്ലയന്റ് ടു ഫുള്ളി എക്സ്പ്രസ് ദംസെൽഫ് വിത്തൗട്ട് കട്ടിംഗ് ദം ഓഫ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിയാലും അവർക്ക് അവരുടെ
ഇപ്പൊ എന്തെങ്കിലും ട്രോമ കാണും, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പേഴ്സണാലിറ്റി ഇഷ്യൂസ് കാണും. അപ്പൊ എന്ത് തന്നെയായാലും അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുക. ഇടയ്ക്ക് വെച്ച് നമ്മൾ കയറി സംസാരിക്കാനോ മറുപടി പറയാനോ പാടില്ല. അടുത്ത, ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ സെൽഫ് ടു മച്ച്. കീപ് ദ കോൺവെർസേഷൻ സെന്റേഡ് ഓൺ ദി ക്ലയൻസ് എക്സ്പീരിയൻസ് ആൻഡ് ഫീലിങ്സ്. അതായത് ഇപ്പൊ നമ്മളെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളോ ഫീലിങ്സോ ഒന്നും അവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ക്ലയന്റ് ബേസിലാണ് നടക്കുന്നത്. അപ്പൊ കൗൺസിലിംഗ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ പാടില്ല, നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യരുത്, പിന്നെ നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കില്ല, ഇന്ററപ്റ്റ് ചെയ്യരുത്, പിന്നെ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ഷെയർ ചെയ്യരുത്. ഇത് കൗൺസിലിംഗിന്റെ ഹോൾ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കൗൺസിലിംഗ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് എന്താണ്? മറ്റൊരു വ്യക്തിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. പിന്നെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, പിന്നെ കോൺഫിഡൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണം, വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ പാടില്ല. പിന്നെ റെസ്പോൺസീവ് ആയിരിക്കും. ഇപ്പൊ അവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് സഹായിക്കണം, അതൊക്കെ ചെയ്യണം. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം. ഇതൊക്കെയാണ് കൗൺസിലിംഗിന് ഹോൾ പ്രോസസ്. അപ്പൊ കൗൺസിലിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയാണ്? കൗൺസിലിംഗ് എന്താണ്, കൗൺസിലിംഗ് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് കൗൺസിലിംഗിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഗാദർ ടെക്നിക്ക്. പിന്നെ 2 അപ്രോച്ചസ് പറഞ്ഞു. പിന്നെ കൂടാതെ തന്നെ നമുക്ക് കൗൺസിലിംഗ് എന്തൊക്കെ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതാണ് കൗൺസിലിംഗ്. ഇനി അടുത്ത ഏത് ടോപ്പിക്കാന്ന് നോക്കാം. അടുത്തത് റൂമർ ആൻഡ് മിസ്കൺസെപ്ഷൻ. ഇപ്പൊ റൂമർ എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് റൂമർ. റൂമർ എന്താണെന്ന് നോക്കാം. റൂമർ ഈസ് എ കറന്റ്ലി സർക്കുലേറ്റിംഗ് സ്റ്റോറി ഓർ റിപ്പോർട്ട് ഓഫ് അൺസർട്ടൻ ഓർ ഡൗട്ട്ഫുൾ ട്രൂത്ത്. അതായത് റൂമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താല്പര്യമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ആവാം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ആവാം. അത് പലപ്പോഴും ശരിയാവണമെന്നില്ല, ചിലപ്പോൾ അതെന്തായിരിക്കും? തെറ്റായിരിക്കും. ഇപ്പൊ റൂമർ എപ്പോഴൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത്, എറേസ് ചെയ്യുന്നത് എവിടെയെന്നൊക്കെ നോക്കാം. ആൻ ഇഷ്യൂ ഓർ ഇൻഫർമേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ടു പീപ്പിൾ ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ക്ലിയർലി എക്സ്പ്ലെയിൻഡ്. അതായത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആവാം, അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ എന്താണ്? അത് റൂമർ ആയിട്ട് മാറാം. അത് എന്താണ്? ഈസിലി സ്പ്രെഡ് ചെയ്യാം. അതുപോലെ there is nobody available who can clarify or rectify the incorrect information. പലപ്പോഴും ഇത് ഇൻകറക്റ്റ് ആണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് അത് തെറ്റാണെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ നമുക്ക് എന്താവാം? റൂമർ ആയിട്ട് മാറും. പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് സ്പ്രെഡ് ദം പൊളിറ്റിക്കൽ റീസൺ, ഇഗ്നോറൻസ് ആൻഡ് ഇലിറ്ററസി. ഒന്നെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കാം, അല്ലെങ്കിൽ എന്താണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ കാരണം അത് ഈസിലി സ്പ്രെഡ് ആകുന്നു. അപ്പൊ റൂമർ എന്ന് പറയുന്നത് എന്താണ്? കറന്റ്ലി സർക്കുലേറ്റിംഗ് സ്റ്റോറി ഓർ റിപ്പോർട്ട് ഓഫ് അൺസർട്ടൻ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ട്രൂത്ത്. അതായത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാണെന്ന് അറിയത്തില്ല, എന്നിട്ട് എന്താണ് ഒരു പേഴ്സണിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരിലേക്ക് ഈസിലി സ്പ്രെഡ് ആവുന്ന ഒരു കാര്യത്തെയാണ് റൂമർ എന്ന് പറയുന്നത്. അടുത്ത മിസ്കൺസെപ്ഷൻ ആണ്. മിസ്കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ തെറ്റായിട്ട് വിശ്വസിക്കുന്നു, അതിനെയാണ് മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്. എ മിസ്കൺസെപ്ഷൻ ഈസ് എ കൺക്ലൂഷൻ ദാറ്റ്സ് റോങ് ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോൾട്ടി തിങ്കിങ് ഓർ ഫാക്ട് ദാറ്റ് ആർ റോങ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്ററിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിസ്കൺസെപ്ഷൻ. നമ്മൾ എന്താണ്? തെറ്റായി ചിന്തിക്കുന്നു. ആ ഒരു കാര്യത്തിന് പറയുന്നതാണ് മിസ്കൺസെപ്ഷൻ. അടുത്ത് നമുക്ക് ഹൗ ടു കൗണ്ടറാക്ട് വിത്ത് റൂമേഴ്സ് ആൻഡ് മിസ്കൺസെപ്ഷൻ. നമുക്ക് ഈ റൂമേഴ്സും അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ നമുക്ക് എങ്ങനെ അത് റെസിസ്റ്റൻസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ക്ലയന്റ് മെൻഷൻ എ റൂമർ. ഒരു ക്ലയന്റ് ഇപ്പൊ ഒരു റൂമർ കൊണ്ടുവന്നു, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ആൾവേസ് ലിസൺ പൊളൈറ്റ്ലി, ഡു നോട്ട് റിഡിക്യൂൾ ഓർ ഫോർ. അപ്പൊ ഒരാള് വന്നു, നമ്മൾ മറ്റൊരു റൂമർ പറഞ്ഞു, അപ്പൊ ആദ്യം അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യുക? കേട്ടുകൊണ്ടിരിക്കുക. ഡിഫൈൻ വാട്ട് എ റൂമർ ഓർ മിസ്കൺസെപ്ഷൻ ഈസ്. എന്നിട്ട് നമുക്ക് റൂമർ എന്താണ്, മിസ്കൺസെപ്ഷൻ എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഫൈൻഡ് ഔട്ട് വേർ ദ റൂമർ came from and talk with the people who started or repeated it. Check whether there is some basis for the rumor. ഒരു വ്യക്തി നമുക്ക് ഒരു റൂമർ പറഞ്ഞു ഒന്ന്, അപ്പൊ അത് എവിടെ നിന്നാണ് വന്നത്, അതിന്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ അതിനെക്കുറിച്ചുള്ള ഫാക്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ യൂസ് സ്ട്രോങ് സയന്റിഫിക് ഫാക്ട് ടു കൗണ്ടർ ആക്ട് വിത്ത് മിസ് ഇൻഫർമേഷൻ. നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അവരെ കാണിക്കാം. നമ്മൾ എപ്പോഴും സത്യം തന്നെ എന്ത് ചെയ്യുക? പറയാൻ ശ്രമിക്കുക. ക്ലാരിറ്റി ഇൻഫർമേഷൻ വിത്ത് ദ യൂസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് വിഷ്വലൈസ്. നമുക്ക് എന്തെങ്കിലും വിഷ്വലൈസോ അല്ലെങ്കിൽ എന്താ ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൂമർ ആണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യണം. വാട്ട് ഈസ് ദ സോഴ്സ്? എവിടെ നിന്നാണ് ഈ റൂമർ എറേസ് ചെയ്തത്? വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഇതിന് എന്തെങ്കിലും ഹിസ്റ്ററി വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഹൂ എൽസ് ഈസ് സെയിങ്? ആരാണ് ഇത് പറയുന്നത് നമ്മൾ അന്വേഷിക്കുക. വാട്ട് നീഡ് ഡെൻ ഇറ്റ് ഫീൽ? വാട്ട് ഈസ് ദ മോട്ടിവേഷൻ? ഹൗ ഡു വി ആഡ് വാല്യൂ? ഇതിന് എന്തെങ്കിലും
പ്രചോദനം ഉണ്ടോ, അതായത് ഇങ്ങനെ മോട്ടിവേറ്റ് ഇങ്ങനെ റൂമർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിന് നമുക്ക് വല്ല ഗുണമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഹെൽത്ത് ഫീൽഡിൽ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. Health communication is defined as the study and use of communication strategies to inform and influence individuals and community decisions that enhance health. അതായത് നമ്മുടെ ആരോഗ്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അതായത് നമ്മൾ ഒരാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. എന്താണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിനെയാണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് വെർബൽ ആൻഡ് റിട്ടൺ സ്ട്രാറ്റജീസ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് എംപവർ ഇൻഡിവിജ്വൽസ് പോപ്പുലേഷൻ ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു മേക്ക് ഹെൽത്തിയർ ചോയ്സ്. അതായത് നമ്മൾ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ വാക്കാൽ പറയുന്ന രീതിയിലുള്ളതാവാം, അല്ലെങ്കിൽ റിട്ടൺ ഫോമിലുള്ളതായിരിക്കാം. ഇപ്പൊ ഒരാൾ സ്ഥിരമായിട്ട് ഇപ്പൊ എന്താ പുക വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ അവരെന്താണ് ഹെൽത്ത് ക്ലാസ് ഒക്കെ എടുത്ത് എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് ഒരു ആരോഗ്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക. ഇതെന്താണ് ഒരു ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. നമ്മൾ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വേരിയസ് മെത്തേഡും ടെക്നിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ടോക്ക്. Health talks are designed to sensitize and educate members of the community about issues that affect their health and the service offered. പലപ്പോഴും ആളുകൾക്ക് എന്താണ് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിവില്ലായിരിക്കും. തെറ്റായ രീതിയായിരിക്കും ഇപ്പോഴും പിന്തുടരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഹെൽത്ത് സെന്ററിലും ക്ലിനിക്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വാർഡിലും കോളേജിലും എല്ലാം എന്താണ് ഹെൽത്ത് ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഹെൽത്ത് ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ വിഷ്വൽ എയ്ഡ്സ്, അതായത് പോസ്റ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്റ്റ് റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് അത്തരത്തിൽ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഈസിലി ആയിട്ട് ആളുകളെ എന്തായാലും അട്രാക്ട് ചെയ്യും. ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ടോക്ക് ക്യാൻ റീച്ച് എ ഫെയർലി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം. നമുക്ക് ഒരുപാട് പേരെ ഒരു സമയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതുവഴി എന്താണ് അവരുടെ ആരോഗ്യം കുറച്ചും കൂടി എന്ത് ചെയ്യും, മെച്ചപ്പെടും. ഹെൽത്ത് ടോക്സ് ആർ എഫക്റ്റീവ് ബിക്കോസ് ദ സ്റ്റാഫ് നോ ദി പീപ്പിൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി. നമുക്ക് ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റിക്കാണ് നമുക്ക് ഹെൽത്ത് ടോക്സ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് ബേസ് ചെയ്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ IEC ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാറില്ലേ, അപ്പൊ നമ്മൾ അത് ആർക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ ഡെങ്കിപ്പനി വരുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ക്ലാസ് മഴക്കാലത്തിന് മുമ്പ് ആർക്ക് കൊടുക്കും, ഇപ്പൊ നമ്മുടെ പരിസരത്തുള്ള വ്യക്തികൾക്കെല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ their messages are usually very relevant to the health problems and culture of the community. നമ്മൾ എപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള കാര്യം ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചായിരിക്കണം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാവുള്ളത്. ഹെൽത്ത് ടോക്സ് പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, നമ്മൾ ആൾക്കാർ എന്ത് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഇതിന്റെ ലിമിറ്റേഷൻ എന്തെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ഹാവ് മെനി അതർ സോഴ്സസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് ദേ ആർ റിലക്റ്റന്റ് ടു അറ്റൻഡ് ഹെൽത്ത് ടോക്സ്. അതായത് നമുക്ക് ഇപ്പം പല ഇപ്പൊ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ പല സോഴ്സസ് ഉണ്ട്, മൊബൈൽ ഫോൺ, TV ഉണ്ട്. അപ്പൊ എന്താണ് ചില ആൾക്കാരൊന്നും നമുക്ക് എന്താണ് ഈ ക്ലാസ് ഇത്തരത്തിലുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാൻ എന്ത് തയ്യാറാകത്തില്ല. പീപ്പിൾ ഡു നോട്ട് സ്പെൻഡ് ടൈം അറ്റൻഡിങ് ഹെൽത്ത് ടോക്സ്. എന്താണ് അവർക്ക് സമയമില്ലാതായിരിക്കാം, ജോലിക്കൊക്കെ പോകുന്നതായിരിക്കാം. only knowledge can be taught, not skills. It is also hard to empower and motivate people by just talking to them. അതായത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് വേറെ സ്കിൽസോ ഒന്നും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് ടോക്സിന്റെ ലിമിറ്റേഷൻസ് ആണ്. അടുത്ത മെത്തേഡ് ഏതെന്ന് നോക്കാം. അടുത്തത് ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റ് refers to the transmission of audio or video content to a wide general public audience. അതായത് ഒരു ലാർജ് പോപ്പുലേഷനിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ചൂസ് ചെയ്യുന്ന മീഡിയ രണ്ടെണ്ണമാണ്, റേഡിയോയും അതുപോലെ തന്നെ ടെലിവിഷനും. അപ്പൊ റേഡിയോ വഴി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് നോക്കാം. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രൊവൈഡഡ് ടു പബ്ലിക് ത്രൂ ടോക്സ്, ഡിസ്കഷൻ, ഫോൺ ഇൻ പ്രോഗ്രാംസ്. ഇപ്പൊ റേഡിയോ വഴി ഇപ്പൊ എന്തെങ്കിലും ഫോൺ പ്രോഗ്രാംസ് വഴി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കവർ ഹ്യൂജ് പോപ്പുലേഷൻ. അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാരെ നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്നുണ്ട്, അവരിലേക്ക് എന്താണ് ഇൻഫർമേഷൻസ് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഓർ ന്യൂസ് ക്യാൻ ബി ഈസിലി സ്പ്രെഡ് ഓൺ റേഡിയോ. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താണ് ജനങ്ങൾക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അറിയിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെയാണ് ടെലിവിഷൻ. ബ്രോഡ്കാസ്റ്റ് തന്നെ രണ്ടാമത് പറയുന്നതാണ് ടെലിവിഷൻ. ടെലിവിഷൻ മീൻസ് ഡിസ്റ്റൻസ് ആൻഡ് വിഷൻ മീൻസ് ടു സീ.
അതാണ് അതിന്റെ ടെലിവിഷൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. വിച്ച് മീൻസ് ടു വാച്ച് ഫ്രം എ ഡിസ്റ്റൻസ്, അതായത് കുറച്ച് ദൂരം ഇരുന്നു കൊണ്ട് വേണം നമ്മൾ എന്ത് കാണാൻ. ടെലിവിഷൻ ടുഡേ നോട്ട് ഓൺലി എന്റർടൈൻമെന്റ് due to its ability to reach the masses, television has become an extremely attractive medium for advertisers. അതായത് ടെലിവിഷൻ നമ്മൾ എന്റർടൈൻമെന്റ്, അതായത് വിനോദത്തിന് മാത്രം കാണുന്ന ഒന്നല്ല. ഇപ്പൊ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ടെലിവിഷനിലൂടെ സാധിക്കും. പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങളാണ് ഓരോ ദിവസവും ജനങ്ങളിലേക്ക് എത്തുന്നത്. ബട്ട് ആൾസോ സെർവ് ആസ് എഡ്യൂക്കേഷൻ, സ്പ്രെഡിങ് കൾച്ചർ ആൻഡ് എന്റർടൈൻമെന്റ്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് കീഴിലുള്ള പലതരത്തിലുള്ള പരസ്യങ്ങളും എന്താണ് ടെലിവിഷനിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അടുത്ത ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഇറ്റ് ഗീവ്സ് ആസ് ഇൻഫർമേഷൻ അബൌട്ട് കറന്റ് അഫയേഴ്സ് ആൻഡ് ഈവൻ അക്രോസ് ഗ്ലോബ്. അതായത് നമുക്ക് അതായത് ഹോൾ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് റീസെന്റ് അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വിച്ച് ഹെൽപ്സ് ആസ് ടു കീപ് അവർ സെൽഫ് അപ്ഡേറ്റഡ് അബൌട്ട് റീസെന്റ് ഹാപ്പനിങ്സ്. അതായത് നമുക്ക് എന്താണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൽഫിനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തേണ് ഇൻഫർമേഷൻ അബൌട്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഓർ ഫെസിലിറ്റീസ് ലോഞ്ച് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്ന പോളിസീസ് ആയാലും നയങ്ങളായാലും പ്രോഗ്രാംസ് ആയാലും വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് ആൾസോ ടേക്സ് ദ ഹെൽപ്സ് ഓഫ് ന്യൂസ് ചാനൽസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മാസ്. അതായത് ഒരു കൂട്ടം ലാർജ് നമ്പർ ഓഫ് പീപ്പിളുമായിട്ട് ഗവൺമെന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ ടെലിവിഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ടെലിവിഷൻ റേഡിയോ ആണ് ബ്രോഡ്കാസ്റ്റിൽ വിടുന്നത്. ബ്രോഡ്കാസ്റ്റിൽ എപ്പോഴും നമ്മൾ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ ലാർജ് പോപ്പുലേഷനിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മീഡിയമാണ് ടെലിവിഷനും റേഡിയോ. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ മെത്തേഡാണ് റോൾ പ്ലേ. റോൾ പ്ലേയിങ് കൺസിസ്റ്റ് ഓഫ് ആക്ടിങ് ഔട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലം. ഇപ്പൊ നമ്മൾ യാഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അഭിനയിച്ച് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് റോൾ പ്ലേ. The player tries to behave in a way that the character might behave when faced with a given solution or problem. അതിലെ കഥാനായകൻ, അതായത് കഥാപാത്രം, അതായത് തനിക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ തന്നെ പ്രോബ്ലവും സിറ്റുവേഷൻ എല്ലാം വളരെ നല്ല രീതിയിൽ ആ കളിക്കാരൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ കഥാപാത്രം എത്തരത്തിലാണ് ആ പ്രോബ്ലവുമായിട്ട് ഉള്ള പരിഹാരം കണ്ടെത്തുന്നതെന്നും റോൾ പ്ലേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോൾ പ്ലേയിങ് can be used to start off a discussion to see what possible consequences of a certain action are and to develop a better understanding of why people feeling as they do. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് റോൾ പ്ലേ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത നാലാമത്തെ മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോസസ്സാണ്. ഡെമോൺസ്ട്രേഷൻ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ദാറ്റ് ഈസ് പെർഫോംഡ് ബിഫോർ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഡെമോൺസ്ട്രേഷൻ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ORS പ്രിപ്പയർ ചെയ്യണേന്ന് എങ്ങനെയെന്ന് ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതെന്താണ് ഒരു ഡെമോൺസ്ട്രേഷൻ എക്സാമ്പിൾ ആണ്. ദേ ഇൻവോൾവ് എ മിക്സ്ചർ ഓഫ് തിയററ്റിക്കൽ റീഡിംഗ് ആൻഡ് പ്രാക്ടിക്കൽ വർക്ക്. ആദ്യം നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ഒരു സ്പെസിഫിക് ടോപ്പിനെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം അതിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഇത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ദ മെയിൻ പർപ്പസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഈസ് ഹെൽപ്പിംഗ് പീപ്പിൾ ലേൺ ന്യൂ സ്കിൽസ്. അതായത് പുതിയ കഴിവുകളാണ് ഡെമോൺസ്ട്രേഷനിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ഡെമോൺസ്ട്രേഷനിൽ എപ്പോഴും പങ്കെടുക്കുന്ന വ്യക്തികളുടെ എണ്ണം കുറവായിരിക്കും. കാരണം എന്താണ്, എന്നാൽ മാത്രമേ ന്യൂ സ്കിൽസ് അവർക്ക് ഈസിലി ലേൺ ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് നമുക്ക് എന്താണ് പെർമനന്റ് ആണ്. നമുക്ക് ഒരു വിഷയത്തിൽ നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത ഇതിൽ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഹാവിങ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക്. നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റിമെയിൻ ആക്റ്റീവ് ഇൻ എഡ്യൂക്കേഷൻ പ്രോസസ്. അതായത് നമുക്ക് എഡ്യൂക്കേഷൻ പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു പെർമനന്റ് ലേണിംഗ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് പ്രോസസ്സിന് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ടോപ്പിക് എന്ന പാർട്ടിസിപ്പൻസ്. അതായത് ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ ടോപ്പിക്കിനെ കാണാനും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ് ഡീമറ്റ് എന്ന് പറയുമ്പോൾ ഇത് കോസ്റ്റ് ആണ്, നല്ല ചിലവേറിയ ഒരു പ്രോസസ്സാണ്. പിന്നെ ഒരുപാട് ടൈം ആവശ്യമാണ്. പിന്നെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്താണ് നല്ല സ്കിൽഡ് പേഴ്സണൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്ത മെത്തേഡാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ ചിലപ്പം ഹെൽത്ത് എഡ്യൂക്കേഷനിലൊക്കെ പഠിച്ചു കാണും. But group discussion is a form of communication where individuals come together to discuss, allowing participants to express their ideas, opinions and perspectives. അതായത് നമ്മൾ ചിലപ്പോൾ സ്കൂൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജ് ക്ലാസ്സിലോ പലതരത്തിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് കുറച്ച് വ്യക്തികൾ ചേർന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിലൊരു ഗ്രൂപ്പ് ലീഡർ അല്ലെങ്കിൽ മോഡറേറ്റർ കാണും. ആ മോഡറേറ്റർ ആണ് ആദ്യം ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന മാക്സിമം
ആൾക്കാരുടെ എണ്ണം 6 തൊട്ട് 12 വരെയാണ്. They include setting or specific topic or issue. It is usually structured and facilitated by a moderator or group leader, helping the group to set the discussion topic, fostering the open process, involving all participants, ask questions or offering ideas to advance the discussion. അതായത് ഒരു ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും പരസ്പരം അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്, ഇപ്പൊ 6 12 ഇടയിലുള്ള ആൾക്കാർ ചേർന്നിരുന്നിട്ട് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ അതിലൊരു മോഡറേറ്റർ കാണും. മോഡറേറ്റർ ആയിരിക്കും ആദ്യം ഈ ഗ്രൂപ്പ് ഡിസ്കഷനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. പിന്നെ സമ്മറൈസ് ചെയ്യുന്നത് ആരായിരിക്കും? മോഡറേറ്റർ ആയിരിക്കും. അടുത്ത മെത്തേഡാണ് പപ്പറ്റ് ഷോ. Puppet show is one of the ancient art forms in India and China. It is traditional media for entertaining and educating people. Puppet show അതായത് പാവകളി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ചൈനയിലും ഇന്ത്യയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടാണ്. അതായത് പരമ്പരാഗതമായിട്ട് കാണപ്പെടുന്ന കലാരൂപം എന്നൊക്കെ പറയും. Puppet theatre is a form of entertainment found practically in all part of the world. നമ്മുടെ അതായത് ആഗോളതലത്തിൽ വേൾഡിൽ ഫുള്ളും പപ്പറ്റ് ഷോ ഉണ്ട്. എന്നാലും കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? ചൈനയിലും ഇന്ത്യയിലുമാണ്. ഈ പപ്പറ്റ് ഷോ നമ്മൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കാനുണ്ടെങ്കിൽ അതിന് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവരെ എന്റർടൈൻ ചെയ്യാനായിരിക്കും. പപ്പറ്റ് എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. പപ്പറ്റ് ചിലപ്പോൾ എന്താണ് റെപ്രസെന്റ് ചെയ്യണ എന്തിനെയൊക്കെ ആയിരിക്കും? ചിലപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും, അനിമൽസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിവിങ് ഓർഗാൻസിന്റെ ബേസ് ആയിരിക്കും പപ്പറ്റ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള പപ്പറ്റ് ഉണ്ട്. എന്താണ്? ഗ്ലൗ പപ്പറ്റ്, സ്ട്രിങ് പപ്പറ്റ്, റോഡ് പപ്പറ്റ്, ഷാഡോ പപ്പറ്റ്. പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മീൻ ചെയ്ത് എന്താണ്? ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടാണ്. നമ്മൾ അതായത് പീപ്പിളിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ എന്റർടൈൻ ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് പപ്പറ്റ് ഷോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്ന ടീമാണ്. ടീം വർക്ക് എന്താണെന്നാണ്. ഇപ്പൊ ടീം മീൻസ് ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ. അതായത് ടീമിന്റെ ഫുൾ ഫോം ആണ് ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ. വൺ വേർഡിന് അതായത് ഫുൾ ഫോം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ടീം വർക്ക്? ടീം വർക്ക് ഈസ് ദി കൊളാബറേറ്റീവ് എഫേർട്ട് ഓഫ് എ ഗ്രൂപ്പ് to achieve a common goal or to complete task in the most effective and efficient way. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ ഗോൾ, ഒരു പൊതുവായ ലക്ഷ്യം അറ്റൈൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം ആൾക്കാർ ചേർന്ന് എന്ത് പ്രവർത്തിക്കും? അതിനെയാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. A successful team is one where everyone's unique skills and strength help them ടീം അച്ചീവ് എ ഷെയർഡ് ഗോൾ ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പിൽ തന്നെ പല വ്യക്തികളായിരിക്കും ഉണ്ടാവുന്നത്. ആ പല വ്യക്തികളുടെ ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നതിനെ കാട്ടിയും നമ്മൾ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ്, വളരെ നല്ല രീതിയിലുള്ള ഔട്ട്കം അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അടുത്ത ഒരു ടീം വർക്കിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡിയ. ബെനിഫിറ്റ് ഓഫ് ടീം വർക്ക് ഈസ് ദ ഇന്നോവേഷൻ ആൻഡ് ഐഡിയ ഡെവലപ്മെന്റ് വിച്ച് അറൈസ് ഫ്രം എ ഗ്രൂപ്പ് പീപ്പിൾ തിങ്ക്, ക്രിയേറ്റ്, ഡെവലപ്പ് ആൻഡ് വർക്ക് ടുഗദർ. അതായത് നമ്മൾ ഒന്നിലധികം പേർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും ഉള്ളത്. അത് നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഗോള് നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പരസ്പരം ഇങ്ങനെ എന്താ ഡിസ്കസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോഴും എല്ലാം. അടുത്ത മൂന്നാമത്തെ കാര്യമാണ് മോട്ടിവേഷൻ. ടീം വർക്ക് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് മോട്ടിവേഷൻ ഫോർ എംപ്ലോയീസ് ഓർ പാർട്ടിസിപ്പൻസ്. അതായത് നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഇൻസ്പിറേഷൻ പ്രചോദനം നമുക്ക് ടീം വർക്കിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്ത എഫിഷ്യൻസി. ടീം വർക്ക് ഗ്രേറ്റ്ലി ഇംപ്രൂവ് എഫിഷ്യൻസി. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെ കാട്ടി നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എന്താണ്, വളരെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. വളരെ നല്ല രീതിയിൽ നമുക്ക് എന്തൊരു ടാസ്ക് വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അടുത്തതാണ് വർക്ക് ലോഡ്. ഇൻ ആൻ എഫിഷ്യന്റ് ടീം ദ വർക്ക് ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെയർലി ആൻഡ് ഇവൻലി അക്രോസ് ഓൾ പീപ്പിൾ ഇൻവോൾവ്ഡ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് സ്കിൽ, എക്സ്പീരിയൻസ്, ഇൻവോൾവ്മെന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ എ പർട്ടിക്കുലർ പ്രോജക്ട്. അതായത് നമ്മൾ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ്, ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ വർക്ക് ലോഡ് കുറയുന്നുണ്ട്, ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഗോൾ വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു ടീം വർക്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഡൂസ് ഇൻ ടീം വർക്ക്. സപ്പോർട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഐഡിയ. അതായത് ഒരു ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ ഓരോ മെമ്പേഴ്സിന്റെ ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഫ് ദർ ഈസ് എ പ്രോബ്ലം ടു, എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പക്ഷെ ഉണ്ടായാൽ അത് പറയുക. ലിസൺ ആക്റ്റീവ്ലി. ഇനി ഓരോരുത്തർ പറയുന്ന ഐഡിയാസ് ആയാലും അവരുടെ ഒപ്പീനിയൻ ആയാലും നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഗെറ്റ് ഇൻവോൾവ്ഡ്. അതായത് ഓരോ വ്യക്തിയും ആ ഡിസ്കഷൻ പ്രോസസ്സിൽ നമ്മൾ പങ്കെടുക്കണം. ആരും മാറിയിരിക്കാൻ പാടില്ല.
ബി പ്രൊആക്റ്റീവ് ദെൻ റിയാക്റ്റീവ്. നമ്മൾ എന്താണ് പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ റിയാക്റ്റീവ് ചെയ്യാൻ വേണം. അടുത്ത ടീം വർക്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഡോൺസ് ഇൻ ടീം വർക്ക്. ഡു നോട്ട് ബ്ലെയിം അതേഴ്സ്. അതായത് ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അവരെ കളിയാക്കാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താനും പാടില്ല. ഡു നോട്ട് ലുക്ക് അതേഴ്സ് ആർ ബാഡ്. മറ്റുള്ളവർ മോശപ്പെട്ടതെന്ന രീതിയിൽ നമുക്ക് പെരുമാറാൻ പാടില്ല. ബീങ് അൺപ്രിപ്പയർഡ്. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതെ വന്നിരിക്കാൻ പാടില്ല.